ഒരു നാടൻ പാട്ടിന്റെ ഈണം ചുണ്ടിൽ പാതി പാടി മറഞ്ഞതെന്ത്? അതേറ്റു പാടുവാൻ കൊതി കൊതിച്ച് കാതോടു കാതോരം കാത്തിരിക്കേ. ചാലക്കുടി പുഴ തേങ്ങിക്കരഞ്ഞു, തീരത്തെ പൂക്കളും വാടിക്കരിഞ്ഞു. ചാലക്കുടി പുഴ തേങ്ങിക്കരഞ്ഞു, തീരത്തെ പൂക്കളും വാടിക്കരിഞ്ഞു. ആമണിനാദം പൊന്മണിനാദം നെഞ്ചിലെ നീരിൽ കടഞ്ഞൊരു താളം. ആമണിനാദം പൊന്മണിനാദം നെഞ്ചിലെ നീരിൽ കടഞ്ഞൊരു താളം. പാട്ടിന്റെ ആമണി പൊന്മണിനാദം നിലച്ചു. ഹേ തന്നിനെ തന്നിനെ തന്നാനാനോ തെയ്യക്കം തെയ്യക്കം തെയ്തു തക തെയ്യക്കം തെയ്യക്കം തെയ്തു. കുമ്മാട്ടിക്കൂട്ടവും വർണ്ണക്കുടമാറ്റവും അഴകരുളും നാടേതടി. അഴകരുളും നാടേതടി. കൃഷ്ണാട്ടം നിത്യവും ആടുന്നോരമ്പലം നിറവരുളും നടേതടി. നിറവരുളും നടേതടി. ശിവപുരിയാം തൃശൂരിലെ തനിമകൾ നീ പാടുമോ? വടക്കും നാഥന്റെ ഗോപുരമച്ചിലെ കുറുകുമമ്പലപ്രാവേ. കുമ്മാട്ടിക്കൂട്ടവും വർണ്ണക്കുടമാറ്റവും അഴകരുളും നാടേതടി. അഴകരുളും നാടേതടി. കഥകളി നൃത്തകലകളും ശക്തന്റെ ചരിതവും പൈതൃകങ്ങളും കേച്ചേരിപ്പുഴയിലെ പാട്ടിനലകളും നാട്ടറിവിൻ നന്മകളും ഗ്രാമീണതയും നാടകവും ഇല്ലങ്ങളും വയലേലകളും വേദജപം കേട്ടുണരും പുലവേളകളും സൗഹൃദങ്ങൾ പൂത്തുലയും നിറസന്ധ്യകളും വേലങ്ങൻ കുന്നിന്റെ ഉച്ചിയിൽ കുങ്കുമപ്പൊന്തിരി വയ്ക്കുന്ന സൂര്യനും കുമ്മാട്ടിക്കൂട്ടവും വർണ്ണക്കുടമാറ്റവും അഴകരുളും നാടേതടി. അഴകരുളും നാടേതടി. പെരുന്നാളിന് ഒല്ലൂരെത്തണം. മച്ചാട് വേലയും ചെന്നു കാണണം. ഉത്രാലിക്കാവിലും ചേലക്കരയിലും ആറാട്ടുപുഴയിലും ഒത്തുകൂടണം. മേടത്തിലെ പൂരത്തിന് നഗരം നിറയെ താളത്തിലും മേളത്തിലും ഉലകം വിരിയും. ആമ്പല്ലൂരും ചൊവ്വല്ലൂരും കൊടുങ്ങല്ലൂരും കോടന്നൂരും കിള്ളന്നൂരും ഗുരുവായൂരും പേരിന്റെ അറ്റത്ത് ഊരെന്ന് കൂട്ടിടും ഒത്തിരിയൂരുള്ളൊരൂര്. കായിക മത്സരങ്ങൾ
ആരംഭിക്കുകയാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിനുള്ള പെൺകുട്ടികളും ലോങ് ജമ്പിനായിട്ടുള്ള ആൺകുട്ടികളും ഗ്രൗണ്ടിന്റെ വടക്കു ഭാഗത്ത് വരേണ്ടതാണ്. ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും ഗ്രൗണ്ടിന്റെ കിഴക്ക് ഭാഗത്ത് വരേണ്ടതാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം മത്സരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ശാലിനി ടീച്ചർ ഉടൻ തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശാലിനി ടീച്ചർ ഉടൻ തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മത്സര വിജയികൾക്ക് സമ്മാനം നൽകുന്നത് ബഹുമാനപ്പെട്ട ഹരികൃഷ്ണൻ അവരുടെ ഇനിയിപ്പോ എന്ത് ചെയ്യടാ? സ്കൂളിൽ വരുമല്ലോ, അപ്പൊ നോക്കാം. വാടാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദിവ്യബലി സമാപിച്ചു. സമാധാനം നിങ്ങളോടുകൂടെ. വഴിയരികിൽ പതികനായി കാത്തു നിൽക്കുന്ന വഴിയരികിൽ പതികനായി വഴിയരികിൽ പതികനായി ഡെങ്കി ഡെങ്കി കർത്താവേ, വഴിയരികിൽ പതികനായി വഴിയരികിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാവട്ടെ. അപ്പോ പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട. ആരപ്പായി എങ്ങാനും ഇഴി വന്നോ. പതികനായി കാത്തു നിൽക്കുന്നു.
ചതിച്ചല്ലടാ ചവിയേ. ഞാൻ ഇനി എന്തുട്ടടാ ചെയ്യാ? കപ്പ്യാജ് വിളിച്ചു പറഞ്ഞു ഞാൻ കേട്ടോ. ഇപ്പൊ എന്തായി? ഇനി ഒന്നുകൂടെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പറഞ്ഞിട്ട് എന്താ? ഭ്രാന്ത അവന്, തീറ്റ ഭ്രാന്ത. പാവം. അടങ്ങി കിടക്കണ്ട താറാവേ. ഈ താറാവ് അച്ഛന്റെ വയറ്റിൽ മാത്രം അടങ്ങി കിടക്കണം തോന്നണേ. തേടി വരും കണ്ണുകളിൽ. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇതുപോലെ തന്ന് അനുഗ്രഹിക്കണേ. ആ ജോർജ് കുട്ടിയെ, നിന്റെ ഈ കട അടുത്ത വലിയ പെരുന്നാളിന് മുമ്പ് എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ആയിട്ട് കാണാൻ സാധിക്കോ? സൂപ്പർ മാർക്കറ്റ് നമുക്കതൊരു മാളാക്കാന്നേ. അല്ല, ഏർപ്പായിട്ടൊന്നും വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കാണ്ട് പിന്നെ എന്നെ നീ എന്തെങ്കിലും വിഷമിച്ച് കണ്ടണ്ടാ? അതില്ല. അച്ഛന്റെ പൊട്ടും മട്ടയും താറാവും ഞാൻ അങ്ങോട്ട് തട്ടി. അപ്പൊ ഇന്ന് അച്ഛന്റെ കാര്യം പട്ടിണിയാണല്ലേ? അല്ല, ഇന്ന് എന്തിട്ട് ഏർപ്പായിട്ട പരിപാടി? പതിവ് ജോലി തന്നെ. നമ്മുടെ CI പൗലോ സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ കറണ്ടും കാശ് അടക്കണം. പിന്നെ നിന്റെ മകളുടെ കച്ചവടം നടക്കട്ടെ കേട്ടാ. ആ ഇതിന്റെ കാശ് ഞാൻ പിന്നെ തരാട്ടാ. അപ്പൊ അതിന്റെ കാശും പോയി. അമ്മച്ചിക്ക് വയ്യായിക പോലെ. പല പ്രാവശ്യം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുള്ളതാ. ദേ, ഇതെങ്കിലും എടുത്തൊന്ന് കുടിക്കാൻ. മരുന്ന് മാത്രം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് കർത്താവ് അങ്ങോട്ടൊന്നും വിളിച്ചാൽ മതിയായി. അമ്മച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ത്രേസ്യേച്ചിയെ വിഷമിപ്പിക്കണേ? കർത്താവേ, രാവുണ്ണേട്ടാ, എന്താ മുഖത്തൊരു വൈക്ലഭ്യം? നാരായണി പണി പറ്റിട്ടില്ലേ? അല്ല, ഇപ്പോഴും ആ പഴയ പ്രേമം രാവുണ്ണേട്ടൻ നാരായണിയോട് വിട്ടിട്ടില്ലേ? അത് ശരിയാ. എന്തായാലും രാവുണ്ണിയേട്ടൻ ഇപ്പോഴും ഇഷ്ടം നാരായണിയേച്ചോട് തന്നെയാ. അയ്യോ, കാലത്തന്നെ എന്നെ കളിയാക്കിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന കേശു ഓർത്തില്ല അല്ലേ? ഞാനൊന്ന് പോണു. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടോ. എന്തുണ്ട് ശശിയെ? അങ്ങനെ പോണു. പോടാ കണ്ടുപിടിക്കാൻ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. എന്താ സാർ കുഞ്ഞേ? ഒന്നുമില്ല അറപ്പായേട്ടാ. ഹായ്, രാഹുലിനായിട്ട് നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ പയ്യേ? അത് മനസ്സിലായി. നാരായണേച്ചേ, അല്ലറപ്പയ്യേ, നീ ഒരു കാര്യം അറിഞ്ഞോ? ആ നാരായണി ഇന്നലെ അടക്കൊക്കെ വരാൻ രാവണിക്ക് കല്ലോടുത്തു. അത് കലക്കി. ഇതും കലക്കി. അല്ല, നിനക്കൊരു ചായ അടിക്കട്ടെ? കട്ടൻ. കട്ടൻ ഞാൻ കട്ടൻ. ഞാനൊന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാട്ടാ. ശവം രാമു, ആ കട നടത്തുന്ന നാരായണിയുടെ ഒരേ ഒരു മോൻ, എന്റെ പേര് ശവം. രാമു, എന്തുണ്ട് വിശേഷം? എന്റെ കൃഷ്ണ, ഈ മൂത്രൊഴിക്കൽ എന്തോ പന്തികേടുണ്ടല്ലോ.
അറപ്പായേ മൂത്രമൊഴിച്ച് കഴിഞ്ഞല്ലേ നിനക്കിതാ കട്ടനെടുത്ത് വെച്ചേക്കാം. ചാരായം കിട്ടുവോ? മാറി എനിക്ക് എത്ര പേരാണ്? ശവം, നാറി. അപ്പൊ രാമു ആരാ? അത് കേശു എന്നെ അങ്ങോട്ട് കുടിച്ചോ. ഇനി കട്ടൻ കുടിക്കാൻ നിന്നാ സമയം പോണത് അറിയില്ല. ആ പൗല സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ. ആ ഈ കേശുവിന്റെ അടുത്ത റപ്പായിന്റെ കളി. അതന്നെ. ഓടിയെത്തും തോമാ. ഈശ്വരാ, ചതിച്ചല്ലോ. അയ്യോ എന്താ പറ്റി കേശുട്ടാ? ചട്ടന് വെച്ചത് പൊട്ടം കൊണ്ടുപോയി. റെപ്പായുടെ അടുത്ത് ആ കേശുവിന്റെ കളി. എന്താടാ മൂന്ത്? തേടി വരും കണ്ണുകളിൽ ഓ തേടി വരും കണ്ണുകളിൽ. എന്റെ കർത്താവേ, വന്നു വന്ന് മനസ്സമാധാനത്തോടെ പത്രം പോലും വായിക്കാൻ വയ്യാതായി. തുറന്നാ തന്നെ കൊലപാതകവും ബലാസംഗവും. എന്റെ കുരിശുമല മുത്തപ്പ, കുറച്ചു നേരെങ്കിലും മുത്തപ്പനൊന്ന് വെറുതെ വിടന്റെ പൗല സാറേ. നീ മുത്തപ്പനെ കയറി പിടിക്കണ്ട. ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ഒന്നും പറയണ്ട സാറേ. രാവിലെ തന്നെ അച്ഛന്റെ പുട്ടും മുട്ടയും താറാവും. അതും കഴിഞ്ഞ് കേശുവിന്റെ കടയിലെ നേന്ത്രപ്പഴവും പുട്ടും. പിന്നെ സരസുവിന്റെ വീട്ടിലെ പൂവിനൊന്ന് ഇണക്കാൻ നോക്കിയതാ. അവനാണെങ്കിൽ ചാടിയും പോയി. അപ്പൊ ഇന്ന് കുശാലായാലോ? തീർന്നിട്ടില്ല. അതും കഴിഞ്ഞ് എന്റെ കൊച്ചരേശ്വര ഭാഗം ചീരുമത്തിനും കൂടി ഉണ്ടായിരുന്നു കേട്ടാ. അത് കൊള്ളാം. എല്ലാം കൂടെ ആയപ്പോ റപ്പായുടെ വയറങ്ങ് നിറഞ്ഞല്ലോ. പിന്നെ കൊറച്ചു കഴിഞ്ഞ് ഇനിയും വിശക്കില്ലേ? കറണ്ട് ബില്ല് അടച്ച സാധനങ്ങൾ വാങ്ങി നേരത്തെ വരണം. കുറച്ച് വിറക് കീറാനുണ്ട്. എന്നാ സാറേ ഞാൻ പോയിട്ട് വരട്ടെ. ശരി ചേച്ചി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമാ. പാവം എന്റെ കർത്താവേ. തേടി വരും കണ്ണുകളിൽ. വിശേഷം എന്തൊട്ട് വിശേഷം എന്റെ വർഗീസേ. നമുക്ക് രാത്രി മകളൊക്കെ ഒരുപോലെ തന്നെയാ. അത് ശരി. അല്ലറപ്പേട്ടാ, എന്നെ മനസ്സിലായോ? ഹായ്, നീ ആ കെൻറ്റി ചാടിയാത്ത ലോനപ്പന്റെ മോനല്ലടാ. അല്ലറപ്പയ്യേട്ടാ, ഇന്നാള് പുത്തമ്പള്ളിയുടെ മുന്നിൽ വെച്ച് ഏത്തപ്പഴം വാങ്ങിച്ചെന്ന് ഓർക്കുന്നില്ലേ? പുത്തമ്പള്ളിന് മുമ്പിൽ വെച്ച് ഏത്തപ്പഴോ? ആ, എനിക്ക് എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ചെന്നേ? 5 കിലോ അല്ലേ വാങ്ങി തന്നെ? എന്തുട്ടാ എന്റെ പേര്? പാവ. വാവേ, 5 കിലോ വാങ്ങിച്ചെന്നാ നിന്നെ ഞാൻ ഓർത്തിരിക്കാന്. മിനിമം 5 കൊലെങ്കിലും വാങ്ങിച്ചെന്തിന് നിന്നെ ഞാൻ മറക്കോ? അല്ലറപ്പേട്ടാ, തൃശ്ശൂരിലെ തീറ്റ മത്സരത്തിന്റെ തീയതി തീരുമാനിച്ചാ? പിന്നെ അത് നമ്മൾ തകർക്കില്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ ശ്രീ ഏർപ്പാടാക്കിയ ചേട്ടൻ ശ്രീ റപ്പായിയേട്ടൻ തമിഴ് തിലകം മുത്തുസ്വാമി തലവരുമായി നാളെ രാവിലെ കൃത്യം 10 മണിക്ക് സെന്റ് ജോസഫ് ഫെറോന പള്ളിയിൽ ഏറ്റുമുട്ടുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും പള്ളി അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മാന്യ മഹാജനങ്ങളെ, നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായ നമ്മുടെ സ്വന്തം റപ്പായിയും തമിഴ്നാടിന്റെ പ്രിയപുത്രൻ ചെന്നൈ മുത്തുസ്വാമിയും തമ്മിലുള്ള ഇഡ്ഡലി തീറ്റ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് ഇതൊരു വൻ വിജയമാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വേഗം വേഗം വരൂ. நீனா எனக்கு ஒரு ஆளு, நான் ஒரு கடையவே காலி பண்ணிட்டு வந்திருக்கேன். நீ ஏமாத்துற போட்டியில பாப்ப வரட்டுமா? வணக்கம் வணக்கம். முருகா பழனி ஆண்டவரே, நல்லா இருப்ப நல்லா இரு. അപ്പോൾ മത്സരം ആരംഭിക്കുകയല്ലേ? തുടങ്ങട്ടെ തുടങ്ങട്ടെ. இந்த ரப்பாய் வந்து இந்த கிராமத்துக்கு மட்டும் இல்ல, இந்த உலகத்துக்கே பெரிய ஆளு. நம்ம உலக நாயகன் வந்து புன்னகை மன்னன்ல படம் நடிச்சாரு. ஆனா இந்த மண்ணே உண்மையிலே சாப்பாட்டு ராமனா பெரிய லெவலுக்கு பேர் எடுத்துட்டாரு. ரப்பாய், உன்னை என் நண்பனா நான் ஏத்துக்கிறேன். வா ரப்பாய் வா. തൃശ്ശൂർക്കാരെ ഗടിയോളെ ഇവിടെ സ്വന്തക്കാരാൻ കുട്ടിയോളെ. തൃശ്ശൂർക്കാരെ ഗടിയോളെ ഇവിടെ സ്വന്തക്കാരാൻ കുട്ടിയോളെ. പിറന്ന തൊട്ടേ വിശപ്പടക്കാണല്ലേ സഞ്ചാരം. ഉലകം എന്നാൽ തൃശ്ശൂർ റൗണ്ട്, അതിലും മേലെ എന്തുട്ടാ ലോകം. തപ്പ് തട്ടി താളം തട്ടി പാട് കൂത്താട്, നമ്മക്കെന്നും ഉഷാറാവാൻ വേണം സാപ്പാട്. തൃശ്ശൂർക്കാരെ ഗടിയോളെ ഇവിടെ സ്വന്തക്കാരാൻ കുട്ടിയോളെ. ഓ തൃശ്ശൂർക്കാരെ ഗടിയോളെ ഇവിടെ സ്വന്തക്കാരാൻ കുട്ടിയോളെ. പിറന്ന തൊട്ടേ വിശപ്പടക്കാനല്ലേ സഞ്ചാരം. പശുപ്പതിക്ക് സോറ് കിടച്ച പെരിയ സന്തോഷം.
തൃശ്ശൂർക്കാരെ ഗടിയോളെ നമ്മുടെ സ്വന്തക്കാരാം കുട്ടിയോളെ ഓ തൃശ്ശൂർക്കാരെ ഗടിയോളെ നമ്മുടെ സ്വന്തക്കാരാം കുട്ടിയോളെ പിറന്ന തൊട്ടേ വിശപ്പടക്കാനല്ലേ സഞ്ചാരം ആശുപത്രിക്ക് സോറ് കിടച്ച പെരിയ സന്തോഷം തൃശ്ശൂർക്കാരൻ നല്ലോര് തങ്ക മനസ്സുകാരൻ പെരിയോര് തൃശ്ശൂർക്കാരൻ നല്ലോര് തങ്ക മനസ്സുകാരൻ പെരിയോര് പുതിയ നட்பு நெஞ்சுக்குள்ள புதிய துடிப்பு ஊரு என்றால் இதுதான் ஊரு இது போல் சொர்க்கம் எங்கும் இல்லையே தப்பு தட்டி தாளம் தட்டி பாடு கூத்தாடு கைய தட்டு ரப்பாய்க்கு கிரீடம் போடு സ്വന്തക്കാരാം കുട്ടിയോളെ പിറന്ന തൊട്ടേ വിശപ്പടക്കാനല്ലേ സഞ്ചാരം ആശുപത്രിക്ക് സോറ് കിടച്ച പെരിയ സന്തോഷം എന്തൂട്ട അവിടെ നിക്കണേ അങ്ങോട്ട് പോടാ അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട് കാണണ്ടേ എന്തൂട്ട് കടികളാടാ നിങ്ങള് ഇങ്ങോട്ട് കൊണ്ടാ വെറും പൊളിച്ച കടലൻ ബ്ലാഡി തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും എന്തുട്ടോ യോജന്റെ വിശേഷം ഒന്നുമില്ലല്ലോ ഉറപ്പായിട്ടാ വൈകിട്ടത്തെ പൊറോട്ടയും ബീഫും മറക്കണ്ടാട്ടാ അത് പിന്നെ എന്നുള്ളതാടാ മറക്കാൻ പറ്റുമോ പയ്യ വേഗം വന്നിട്ടാ സംഗതി കുഴപ്പ എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ വേഗം വന്നോ കാതങ്ങ് വേഗം വാടോ എന്നത് കണ്ടിട്ടേ ഉള്ളൂ അങ്ങനെയായാലും ശരിയാവില്ലോ അല്ലടോ ഇവിടെ ഒന്ന് സീറ്റ് അടിക്കാം ലൈവ് ഷോ കാണണമെങ്കിൽ വാ നിക്കടവിടെ ഞാനുണ്ട് നിക്കാൻ ഇതെന്ത് ഓട്ട മത്സരാ എനിക്ക് ആരും പെണ്ണുമായിട്ട് നീ ഒറ്റ എന്റെ പൊന്നു മോനെ നീ കടും കയ്യ കാണിക്കാതെ എനിക്കിന്ന് ചാവണം അല്ലെങ്കിൽ ഞാൻ ചോദിച്ച കാറ്റ് താകല്ലേ അല്ല ഞാനിന്ന് ചാവും അതിനൊക്കെ എന്തെങ്കിലും വഴി ഇങ്ങോട്ട് ഇറങ്ങി വാടാ തള്ള ഞാൻ ശരിയാക്കി തരാതല്ലേ കാശ് കൊണ്ടുപോവാ രാമു എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്നാ കേച്ചോട്ട് ഒരു കാര്യം ചെയ് കേച്ചോട്ട് എനിക്ക് കാശ് താ ഞാനെവിടുന്ന് തരാനാ അതാണ് നിന്റെ കാര്യല്ലേ എനിക്ക് മാറിക്കൊല്ലാളിപ്പോ ചാടും ചാടും അതും കുടിച്ചു ചെറിയല്ല കുട്ടി പൊട്ടു എന്റെ ഷൗട്ട് നിന്റെ കാണിക്കും ഒടുക്കത്തൊരു കൂടി ഇന്നത്തോടു കൂടി നിർത്തോ ഞാൻ അങ്ങനെ നീക്ക് നീയേ താഴെ ഇറക്കണ്ടാട്ടാ നിന്നെ ഞാൻ താഴെ ഇറക്കിക്കോളാം നിന്നെ ഞാൻ ശരിയാക്കി തന്നെടാ അയ്യോ പെട്ടല്ലേലും പറയാൻ പറ്റേ ഞാൻ വെറുതെ ഓരോ തമാശ പറഞ്ഞു വെച്ചിട്ട് റപ്പായിച്ചിട്ട് എന്തായി കാണിക്കണേ
അടുത്തല്ലാലും പറയാൻ പറ്റിയേ കേറിയപ്പോ ഇത്രയും പാടില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങി വാട നിങ്ങള്. ആരെങ്കിലും മേലോട്ട് വന്ന് എന്നെ നേർക്കോ? അയ്യോ കൊച്ചു ത്രേസ്യേ, ഇത്രയേറെ വിഷമിക്കാനൊന്നുമില്ല. കാരുണ്യവാനായ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ഇതിലേറെ ദുരിതങ്ങൾ കർത്താവ് അനുഭവിച്ചിട്ടില്ലേ? അച്ഛനറിയാലോ, ഇന്നോ നാളെയോ ഒന്ന് പറഞ്ഞ പോലെ അമ്മച്ചിയുടെ അവസ്ഥ. മരിയയുടെ കാര്യമാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാ വരുന്ന ശനിയാഴ്ച തൃശ്ശൂരോട് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പുണ്ട്. വടക്കനച്ഛനാ അതിന്റെ ആള്. നീ മരിയനെയും കൊണ്ട് അവിടം വരെ ഒന്ന് പോണം. ഞാൻ വിളിച്ചു പറയാം. പല പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ. ആ തൊമ്മിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ ഞാൻ. കഴിഞ്ഞ ദിവസം സാരയോട് വളരെ മോശമായിട്ട് പെരുമാറിയവൻ. അവൾ കരഞ്ഞോണ്ട വീട്ടിൽ വന്ന് കേറിയത്. നല്ല കാച്ചിച്ചു വെച്ച വാക്കത്തിരിപ്പുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാ അതിന് ഞാൻ മടിക്കില്ല. അരുത്, അരുതാത്തതിനെ പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അവനോട് ഞാൻ സംസാരിക്കാം. എന്നാ ഞാൻ അങ്ങോട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും. അല്ല ത്രേസ്യേ, അമ്മേച്ചിയുടെ ഓപ്പറേഷന്റെ കാര്യത്തെ പറ്റി പള്ളിയിലച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നോ? എത്രാന്ന് വെച്ചാ അച്ഛനെ ബുദ്ധിമുട്ടിക്കുക. മരിയയുടെ കണ്ണിന്റെ കാര്യത്തിന് തന്നെ അച്ഛൻ മുട്ടാത്ത വാതിലുകളില്ല. അത് പിന്നെ അലക്കുഴിഞ്ഞിട്ട് അത്താഴം ഉണ്ണാൻ നേരില്ലാന്ന് പറഞ്ഞ പോലെയാ കൊച്ചു ത്രേസ്യയുടെ കാര്യം. കേൾക്കാൻ രസമുള്ള തമാശയാണെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞ ഞാനും കൂടി ഒന്ന് ചിരിച്ചേനെ. തൊമ്മിയൊന്നും മുങ്ങി പൊങ്ങിയ കാൽ പണം പൊന്നും കൊണ്ടേ പൊങ്ങാറുള്ളൂ. നല്ല പെടക്കണാണല്ലോ മുതലാളി. അത് പിന്നെ നിനക്ക് അറിഞ്ഞൂടല്ല ആശ്രയ. തൊമ്മി പിടിക്കുകയാണെങ്കിൽ പേടക്കണേനെ മാത്രമേ പിടിക്കുള്ളൂന്ന്. നീ ഇതിനൊന്ന് ചുട്ടെടുക്കടാ. ചൂടണോ അതോ വരട്ടണോ? പേട്ടക്കണേനാവുമ്പോ ചൂട്ടാലും വരട്ടിയാലും രുചി ഒന്ന് തന്നെടാ. പെടക്കണ മുതലിതേ പോണു. അല്ല ആശ്രയ, ഓ എന്താടാ ഈ കൊച്ചു ത്രേസിക്ക് ഒരു ഇളക്കില്ലാത്ത? അത് പിന്നെ ചുട്ടെടുക്കുമ്പോ അറിയാലോ ഇളക്കണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇല്ലേ? കരീം സാഹിബ്, എന്നൊന്നും ചെയ്യില്ല സാബ്ജി, എന്നൊന്നും ചെയ്യില്ല സാബ്ജി, എന്നൊന്നും ചെയ്യില്ല. ഞാൻ അറിഞ്ഞോണ്ടല്ല, എന്നൊന്നും ചെയ്യില്ല സാബ്ജി, എനിക്കൊന്നും അറിയില്ല. എന്നൊന്നും ചെയ്യില്ല സാബ്ജി, എന്നൊന്നും ചെയ്യില്ല സാബ്ജി, അറിയാതെ പറ്റിപ്പോന്ന സാബ്ജി, ക്ഷമിക്ക് സാബ്ജി. സാബ്ജി എന്നൊന്നും ചെയ്യില്ല സാബ്ജി, ഞാൻ അറിഞ്ഞോണ്ടല്ല സാബ്ജി, എന്നൊന്നും ചെയ്യില്ല സാബ്ജി. സാബ്ജി എന്നൊന്നും ചെയ്യില്ല സാബ്ജി, സാബ്ജി. കളിച്ച് കളിച്ച് ഈ ബാപ്പാന്റെ ഉമ്മാർ തന്നെ കളി തുടങ്ങി. എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിക്കണേ ചതി. എന്റെ ഉപ്പാണെങ്കിലും പോകൂല ഞാൻ. കുട്ടിയെ
പന്നിക്കിട്ടൊടുക്കണം നായിനെ. രാധമ്മോ, എന്താടി രാധമ്മേ, നിനക്ക് ഈയിടെയായിട്ട് നമ്മളോട് സ്നേഹമൊന്നുമില്ല. അല്ലേ, അല്ലെങ്കിൽ തന്നെ സ്നേഹിച്ച് പൊതിച്ചോണ്ട് നടക്കുമല്ലോ ഞാൻ. ഒന്ന് പോടോ. മേടിച്ച് കെട്ടണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? ഏലിയമ്മച്ചേ, ഒന്നും ഇങ്ങോട്ട് വന്നേ. ബാക്കിയുള്ളൊക്കെ നീ കൊടുക്കടാ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അമ്പനും വെള്ളിനും എടുക്കല. മുതലാളി വിഷമിക്കണ്ട, ഞാനൊന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. പോട്ടെ. ചെല്ലേ. അല്ല, നീ ഇതെന്ത് ഭാവിച്ച? ഇന്നോ നാളെന്ന് വെച്ച് വയസ്സങ്ങടെ കൂടും. ഇനിയെങ്കിലും ഒരു ആന്തണിയൊക്കെ ആയിക്കൂടെ? ഇപ്പോ അതിനെപ്പറ്റിയൊന്നും അല്ല എന്റെ ചിന്ത. സാറെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചയക്കണം. മരിയയുടെ കണ്ണിന്റെ കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സാറയുടെ മേലെ ഒരു നോട്ടം നമ്മടെ തൊമ്മി മുതലാളിക്ക് ഉണ്ട് കേട്ടാ. ആർക്ക്? ആ ആഭാസനോ? പട്ടിക്ക് എറിഞ്ഞു കൊടുത്താലും എന്റെ സാറമ്മോളെ ഞാൻ അവന് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നല്ല നിലയിലൊരു ബന്ധം കിട്ടുകയെന്ന് പറഞ്ഞ ആ നല്ല നിലന്നുള്ള ബന്ധം എന്റെ സാറമ്മോൾക്ക് വേണ്ട. വേണ്ടേ? ജോർജ് കുട്ടിയെ, ഒരു 3 കൂടി മെഴുതിരിങ്ങടാ. ഇന്നെന്താ ഭൂമി ഇടിഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടാവൂ? ഒരോട് മെഴുകുതിരി പോലും മേടിക്കാത്ത തള്ളേ. നീ നിന്റെ കാര്യം നോക്കിയാ മതിയടാ. ഞാൻ എന്റെ കാര്യം നോക്കണല്ലോ. നല്ല ഇടിമിന്നലും മഴയും വരുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് ഇവിടെ ഉണ്ടാവണട്ടാ. ഓ, ഉള്ള കാര്യം പറഞ്ഞ ആട്ടാ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. എന്താ ചോദിച്ചിട്ടെ, നീ ഇഞ്ചി തിന്ന കുറങ്ങണ പോലെ ഇരിക്കണ്ടല്ല. നീ ഒരു കൂടി മെഴുകുതിരി ഇങ്ങോട്ട് തന്നെ. കർത്താവിനെ ഒന്ന് കൊളത്തിയിട്ട് വരാം. ചെല്ല്, ഒരാളിപ്പോ കൊളത്താൻ പോയിട്ടുള്ളോ? വെറുതെ അല്ല, 2 കാലില്ലാണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു പോന്നെ. ത്രേസ്യയുടെ അപ്പച്ചൻ പാറമടയെന്ന് വീണ് മരിച്ചേ പിന്നെ ഒരു ആന്തോണയില്ലാത്ത കുടുംബം അത്. നിനക്കും വേണ്ട ഒരു ജീവിതം. നിനക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ കൊച്ചുത്രേസ്യയോട് ഞാൻ പറയാം. അയ്യോ, അത് വേണ്ട അച്ചോ. എന്തോരം തിന്നാലും മതി വരാത്ത എനിക്ക് വേണ്ട അച്ചോ. കൊച്ചുരേശിക്ക് ഇനി ഒരു ഭാരം കൂടി കൂടും. അല്ലെങ്കിലും കർത്താവ് എനിക്കൊന്നും വിരിച്ചിട്ടല്ല അച്ചോ. എന്താ ചോദിച്ചേ, ഈ രാജപ്പന്റെ കടല ബീഫ് കുറഞ്ഞു വരണേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അർപ്പായിട്ടാ. ഇപ്പന്റെ കടയില് മാത്രല്ല, നമ്മുടെ കേശവന്റെ കടയിലും ബീഫ് ഇത്രേ ഉള്ളൂ. ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല, നിന്റെ അമ്മയ്ക്കുള്ള കാലം മുതൽ തുടങ്ങിയ ഏർപ്പാടാ. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഈ ഏർപ്പായിട്ട് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ. നേരെ ഒരുപാടായി.
എർപ്പായേട്ടൻ പോവാൻ നോക്കട്ടെ. ഈ ദുരിതങ്ങൾ എന്നാ ഒന്ന് മാറേണ്ട കർത്താവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. 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 ഉറപ്പായി വന്നില്ലേ? എരുപ്പായേട്ടൻ വരാറാവണല്ലേ ഉള്ളൂ അമ്മച്ചി. നീ ഇത്തിരി കഞ്ഞിവെള്ളം കടിച്ചേ. കഞ്ഞി കാലാവണേ ഉള്ളൂ. കർത്താവേ, പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട. ദിവസവും പറയാറുള്ളതൊക്കെ തന്നെയാ. ചുറ്റിലും കഴുകന്മാരാ. സൂക്ഷിച്ച അവരവർക്ക് തന്നെ കൊള്ളാം. കുറച്ച് കഞ്ഞിവെള്ളം ചോദിച്ചിട്ട് നേരത്തിരയായി. ഇപ്പൊ കൊണ്ടുതരാം അമ്മച്ചിയെ. നിനക്ക് തയ്ക്കാനുണ്ടെങ്കിൽ പോയി തയ്ച്ചോ, ഇത് ഞാൻ നോക്കോളാം. ചേച്ചി ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന കാണുമ്പോ ഞാനും കൂടെ പാറമടയിലെ ജോലിക്ക് വന്നാണ്. എന്നിട്ട് വേണം ഓരോ കഴുകന്മാരുടെ കണ്ണ് കിട്ടാൻ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. അമ്മണിയച്ചേ, അമ്മച്ചി എറുപ്പായിട്ടും വന്നു. എന്റെ കൊച്ചിന് ശ്രമം ഒത്തിരി പവർ കെട്ട്. അമ്മണിയച്ചേ, എർപ്പായി വന്നൂട്ടാ. നാളെ കാലത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് വരും. ലോനപ്പന്റെ ഓട്ടോറിക്ഷയില് ആശുപത്രിയിൽ പോവാനേ. രാവിലെ തന്നെ തയ്യാറാവണം കേട്ടോ. ഇനി എന്താ ആശുപത്രി? കർത്താവ് മേലോട്ടങ്ങ് വിളിച്ചാ മതിയായി. കർത്താവ് വിളിക്കുമ്പോ നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് പോവാന്നേ. ഞാൻ കാലത്ത് തന്നെ വരൂ കേട്ടോ. തയ്യാറായി നിന്നോണം. നീ കൊച്ചിരേശിയേ എറപ്പാക്കിയുള്ള കഞ്ഞി ഇങ്ങോട്ട് എടുക്ക്. എരപ്പായേട്ടാ, ചമ്മന്തി മാത്രമല്ലോ കേട്ടോ. ഓ, അത് മതി. ഇവിടുന്ന് ഇത്തിരി കഞ്ഞി ചെന്നാ സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങ. അല്ല എറുപ്പായിട്ടാ, എറുപ്പായിട്ടിന് ഇനിയും വിശക്കോ? പിന്നെ മോളെ വിശക്കില്ലേ? ഓരോ ഉറക്കം കഴിഞ്ഞാ പിന്നെയും വിശക്കും. അപ്പോ അടുക്കള കയറി അങ്ങോട്ട് തട്ടും. ഒരു പെണ്ണാണെങ്കി ഇവിടെ പെര നിറഞ്ഞു നിക്കുക. മല പോലൊരു ആങ്ങള ഉണ്ടായിട്ട് എന്താ കാര്യം? ഓ, ഈ അമ്മച്ചിക്ക് ഇത് എന്താ? എന്ത് പറഞ്ഞാലും അവസാനം ആ കൊച്ചേട്ടൻ നെഞ്ചത്താ. ഓ, അവിടെ ഒരു കൊഞ്ഞാണൻ. ആ അയ്യന്തോളിന്ന് വന്ന ആലോചന അല്ല, ഒന്നാന്തരം ഒരു ആലോചനയായിരുന്നില്ലേ? അവന്റെ ഒരു ഒടുക്കത്തെ തീറ്റ കാരണമല്ലേ അത് മുടങ്ങിപ്പോയത്? ഓ പിന്നെ എനിക്ക് അയാളൊന്നും ഇഷ്ടായില്ല. ഓ, ഇപ്പൊ വരും തീറ്ററപ്പായുടെ പെങ്ങളെ കെട്ടൻ തൊക്കടി സായിപ്പ്. അല്ല പിന്നെ ആ എന്താ വന്നു എന്റെ ഒടുക്കത്തെ ഒരു തീറ്റ. പച്ചക്ക് ഇതിപ്പോ മുഴുവൻ തിന്നു തീർക്കും. കുഞ്ഞേ, മോള് ചോറൊക്കെ തിന്ന? ഓ പിന്നെ കൊട്ടയ്ക്ക് ഇവിടെ കൊണ്ടൊന്ന് അളന്നിട്ടിരിക്കില്ലേ പെങ്ങൾക്ക് പുഴുങ്ങി കൊടുക്കാൻ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമ. എന്തിനാ കൊച്ചേട്ടാ ഇത്രയും ബുദ്ധിമുട്ടണേ? ആ കൊച്ചു ത്രേസി ചേച്ചിയെ വിളിച്ചോണ്ട് വന്നാ വല്ല കുഴപ്പമുണ്ടോ? കൊച്ചേട്ടന് ഇഷ്ടാവണ്ടല്ല, അവൾക്കും കൂടി ഇഷ്ടാവണ്ടേ? ഓ, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഇപ്പൊ തന്നെ എല്ലാം തകഞ്ഞിരിക്കല്ലേ. കല്യാണം അത്രേ, കല്യാണം. ആ പെങ്കൊച്ചേ പാറക്കല്ല് ചുമന്ന ആ കുടുംബം പലർത്തുന്നത്. ഈ നശിച്ചവനെയും കൂടെ തീറ്റി പോറ്റണമെങ്കിലേ കല്ലിന്റെ പണി നിർത്തി വേറെ വല്ല പണിക്കും പോറ്റി വരുവാ പെങ്കൊച്ച്. അങ്ങനെയൊന്നും പറയില്ല. പിന്നെ എങ്ങനെ പറയാനും കേറി പൊടിയാത്ത ഈ കാലമാടനെ വിശന്നാ നിന്നെയും കൂടെ പിടിച്ചു മെഴുകും. കേറി പോകാൻ. ഓ, ഒരു കുഞ്ഞിപ്പെങ്ങള് പൊന്നാങ്ങളയുടെ പൊന്നാങ്ങളെ കണ്ടാലും മതി കോഴിമുട്ടയ്ക്ക് കണ്ണുമുപ്പ് എഴുതിയ പോലെ ഇരിക്കുന്നത്. വേഗന്റെ തോപ്പരിക്ക് ചെമ്പോട്ടെടുത്തങ്ങ് മെഴുകും. കേരണം കെട്ടത്. ഓ, നിങ്ങൾ രണ്ടാളും ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? എന്തിനെങ്ങനെ ഒരു ജന്മം? എന്നെ കൂടെ അങ്ങനെ വിളിച്ചോളെ. അമ്മച്ചിക്ക് അറിയാണ്ടിരിക്കാനല്ലേ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കണം. അമ്മച്ചി പറഞ്ഞിട്ടല്ലേ ഞാനിങ്ങനെ. എന്നിട്ടിപ്പോ എല്ലാരും കൂടി എന്നെ തീറ്ററപ്പായി ആക്കിയില്ലേ?
മോളെ അമ്മനേച്ചിക്ക് എങ്ങനെയുണ്ട്? ആ അല്പ ആശ്വാസമായിട്ടുണ്ട്. റപ്പായിട്ടിന് ഇന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ആ ഏർപ്പായി ഉള്ളതുകൊണ്ട് ഒരാശ്വാസായില്ലേ? അതെ മോളെ, ആ തൊമ്മി മുതലാളിക്ക് മോളോടൊരു താല്പര്യം ഉണ്ട് ട്ടാ. അയാൾക്ക് ആരുടെ താല്പര്യം ഇല്ലാത്ത കമ്പേ തുണി ചുറ്റി വെച്ചാ മതി, അവിടെ നോക്കി നിൽക്കും. ഓ ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. അതെ, ഈ കാണുന്ന ചേലൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അതിനു മുമ്പ് ആണൊരുത്തരെ കണ്ടെത്തണം. അല്ലെങ്കിൽ ത്രേസ്യെ പോലെ എന്താ ഒരു കുഴപ്പം? ഓ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്കെന്താ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാ. അത് രണ്ടും കൂടി എന്നെ തിന്നാൻ പറ്റും. ഓ അനുഭവിക്കും. എടാ കേശുവേ, നല്ല കടുപ്പത്തിലൊരു ചായ ഇങ്ങോട്ട് എടുത്തേ. അല്ല നാരായണേച്ചി, എന്തേ? നിങ്ങളുടെ മോൻ രാമുവിനെ കണ്ടിട്ട് 2-3 ദിവസമായില്ല. അതെ, നിന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? എന്തേ ഇതാ അങ്ങോട്ട് നോക്കി, എന്തുട്ടാ കിടക്കണേന്ന് പോളേണത് കണ്ടില്ലേ നീ? ആശുപത്രി പോയപ്പോ ഡോക്ടർ എന്താ പറഞ്ഞേ? ശരിയാകുമെന്നാ പറയണേ, പക്ഷെ കാശ് ഒരുപാടാവും. ത്രേസ്യേച്ചി ആകെ വിഷമത്തില. വിഷമിക്കണ്ട, കർത്താവ് ഒക്കെ കാണുന്നുണ്ടല്ലോ. രണ്ടാളും കൂടി എവിടെ പോയിട്ടാ? സാറ ചേച്ചിയുടെ അടുത്തൊരു ബ്ലൗസ് തയ്ക്കാൻ പോയതാ. ആരാ ഇത്? ജോർജേട്ടനാ? ആ മോളെ, ഏർപ്പായിട്ടൻ വീട്ടിലില്ലേ? ഇല്ല, പള്ളി കാണും. ജോർജേട്ടൻ പള്ളിയിലേക്കാ? ജോർജേട്ടന് ചേട്ടല്ലേ ഇത്? മോളിവിടെ നിൽക്കും. എന്താ ജോർജ് കുട്ടിയെ, എന്താ പറ്റിയേ? കടുപ്പത്തിലൊരു ചായ. പിന്നെ തരാം. അയ്യോ, കാശ്. ഒരു 200ന്റെ കുറവുണ്ട്. അങ്ങനെ കുറെ 200 ആയാ തെല്ലോളം കായി ആയി. മാപ്പാക്കണം. അവിടെ ചായ സ്ട്രോങ് അല്ലേ? നീ ആരെന്നാണ് എന്റെ വിചാരം? നിന്നോടാണോ എന്റെ കളി? എടാ നാറി, ഇനി ഏതും പോരാത്ത അയാളുടെ നെഞ്ചത്തോട്ടാ കയറ്റം. എന്താടി മോളെ, സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം. തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങിയോ? ഈ നേരത്തൊക്കെ കൊച്ചേട്ടനെ വീട്ടിൽ കാണാന്ന് പറഞ്ഞാ ഭയങ്കര അത്ഭുതം. അത് പിന്നെ എന്റെ മേരിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊച്ചേട്ടൊന്ന് ഒഴിവെടുത്തല്ലേ? ഓ, ഒഴിവെടുക്കുന്ന ആളെ കണ്ടില്ലേ? അതല്ല മോളെ, പൗലോ സാറും ഭാര്യയും കൂടെ കുരിശുമല കയറാൻ പോയിരിക്കുക. അപ്പൊ പിന്നെ ആ കൂട്ടത്തില് കൊച്ചേട്ടനും പോയായിരുന്നില്ലേ? നല്ല കാര്യായി. കുരിശുമലയുടെ താഴെ ചെല്ലുമ്പോ കർത്താവ് മോളിയും നോക്കും. എന്നെ കാണുമ്പോ തന്നെ കർത്താവ് അവിടുന്ന് ഓടും. കൊച്ചേട്ടൻ പിന്നെ കുരിശുമലയുടെ താഴത്ത് നിന്ന് കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ എന്നൊക്കെ പറഞ്ഞു വരും. വർക്കിച്ചു വരണ്ടല്ലോ. കേശുവിന്റെ കട ചെന്നപ്പോ അവിടെ ഇല്ല, എന്നാ പള്ളി ചെന്നപ്പോ അവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കണം. ഞാൻ പറയണത് ദൈവം ഉണ്ടെന്ന്. എന്താണ്ടർപ്പയ്യേ, ഈ പെണ്ണിന്റെ കല്യാണം ആയില്ലേ? ഓ, അതൊക്കെ നടക്കും. വർക്കിച്ചിന് എന്ത് വഴിക്ക്? ആ പിന്നെ അർപ്പയ്യേ, നമ്മളെ വല്യറമ്പിലെ കുഞ്ഞച്ചന്റെ മോളുടെ മനസ്സമ്മത ഒരു 10-25 ബിരിയാണി ഉണ്ടാക്കണം. ചിക്കനാട്ടാ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശീമോനാച്ചാ അവന്റെ അമ്മയുടെ ആണ്ടാത്രേ. ഒരു കൈസഹായത്തിന് എർപ്പായി എന്റെ കൂടെ വന്നാ. അതിനിപ്പോ എന്താ, ഞാൻ വരാലോ.
പക്ഷെ ഒരു കാര്യണ്ട്, 25 ആളെ ബിരിയാണി എന്നുള്ളത് 30 ആൾക്കാക്കണം. അതിന് വർക്കച്ചന്റെ ചിത്രം കാണിക്കരുതേ. ആ അറിഞ്ഞില്ലേ പറഞ്ഞില്ല എന്ന് വേണ്ട. മേൽക്കുഞ്ഞേ കൊച്ചാട്ടം പോവാട്ടാ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. ഈ തീക്കൊക്കെ ഒന്നൊരു പുകയുണ്ടപ്പോ. തീക്ക് പിന്നെ പുകയിലോട്ട് പൂക്കാറുണ്ടാവാ. എന്തൊക്കെ പറഞ്ഞു ചെവിയെ? വർക്കിച്ചോ ഈ ബിരിയാണി കലക്കൂട്ടാ. നല്ല മണം വന്നിട്ടുണ്ട്. അത് പിന്നെ പറയണ്ട. ഈ തൃശ്ശൂരിലെ വർക്കിച്ചിന്റെ ബിരിയാണി എന്ന് പറഞ്ഞാ ഒരു 1.5 ബിരിയാണി തന്നെയാ. പിന്നെ കേട്ടുണ്ട് സബോളയ്ക്ക് വേദനിക്കൊന്നുമില്ല. സബോളയ്ക്ക് വേദനിക്കില്ല, പക്ഷെ എനിക്ക് വേദനിക്കും. കണ്ട നിന്നെ പണിക്ക് വെച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ. എവിടെ എങ്ങോട്ട് പോയത്? ഇങ്ങോട്ട് വന്നേ. ഇതൊക്കെ കൊണ്ടുപോയി കഴിക്കിച്ച് വേഗാട്ടെ. പയ്യെ അടി പിടിക്കാൻ നോക്കണ്ട. ആരടി പിടിക്കാൻ? അടി പിടിക്കുന്നേ. എന്തായാലും നിന്റെ അടി പിടിക്കാൻ പോണില്ല. പണ്ടൊക്കെ സദ്യയായിരുന്നു, ഇപ്പൊ മിണ്ടിയ ബിരിയാണിയാ തന്നെ. പയ്യെ ആളുകളൊക്കെ വന്നു തുടങ്ങിടാ. ഞാൻ ഒന്ന് മേക്കഴുകിട്ട് മാറിയിട്ട് വരാം. ആളുകൾ വരുമ്പോ വിളമ്പി കൊടുക്കണ്ടല്ലേ. കൊഴപ്പില്ല, വർക്കിച്ച് പോയിട്ട് വാ. ഞാൻ ഇവിടെ ഇല്ലേ. നീ ഇവിടെ കിടന്ന് ഉറങ്ങല്ലേട്ടാ. വല്ല പട്ടിപ്പൂച്ചി കയറാണ്ട് പോയിക്കോ. വന്നേ. ഞാനിവിടെ ഉള്ളപ്പോ ഏത് പട്ടിപ്പൂച്ചി തന്നെ വർക്കിച്ച. ആ ജോണിക്കുട്ടി നീ നേരത്തെ എത്തിയോ? ഇപ്പൊ എത്തിയുള്ളൂ. ബിരിയാണി കാലോ? ബിരിയാണി അപ്പോഴേ റെഡി അല്ലേ? എടുക്കാല്ലേ? പയ്യേ റെഡി അല്ലേ? പയ്യേ സാധനങ്ങളൊക്കെ എടുത്തോ. ആ മോനെ എന്നോട് തന്നെ ഈ ചതി ചെയ്തില്ലടാ. എന്താ മറുപടി എന്നിട്ട് ഈ തന്റെ എന്നോട് കാണിച്ചില്ലേ? എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലായിരുന്നു, കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ലഡു, പഴം, കൊഴലപ്പം, അച്ചപ്പം, ജിലേബി. അയ്യോ,
ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പയ്യനൊരു തുള്ളി പോലും കഴിക്കത്തില്ല. ആ, പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ. പിന്നെ 10ാം ക്ലാസ് പഠിത്തമുണ്ടേ, അതുപോലെ. എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. വിളിക്കാം മേരിക്കുഞ്ഞെ വിളിക്കാം. മേരിക്കുഞ്ഞ മീൻ കച്ചവടമായിരുന്നു ഇതിനു മുമ്പേ. വരുന്നുണ്ട് ചായയും വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. നോക്ക് നീ കണ്ടില്ല എന്ന് പറയുന്നത് എന്നെയല്ല, അവിടെ. എന്നാ പിന്നെ കാര്യങ്ങളായി കിടക്കാല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ? അതല്ല കൊറേ തീരുമാനമുണ്ടല്ലോ ഒന്ന്. എന്താ പേരിപ്പിന് വിശേഷം? നിറയെ പലഹാരങ്ങളുണ്ടല്ലോ അത്. നിൽക്കുന്നേ. നീ ആ ശാന്തനെ അമ്പേനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ത്രേസ്യ കൂടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലോ ഒന്നോ കൊത്താറല്ലോ. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസറിനാണോ ദൈവത്തിനാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാണ്. ആർക്കു വേണ്ടിയാടി ഈ മാദക ശരീരം ഇങ്ങനെ കെട്ടിപ്പോയി നടക്കണേ? നിന്നെ എനിക്കിഷ്ടമാ. എന്താ വേണ്ടച്ച പറഞ്ഞാ മതി. പണമാ പൊന്ന എന്തു വേണേലും. വഴിന്ന് മാറാ. കാക്കാശിനും അടിക്കുത്തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും. ആ കളി ത്രേസ്യയോട് വേണ്ട. ആർക്കാ കിട്ടിയ? സീസറിനോ അതോ മുതലാളിക്കോ? നിന്റെ തമ്പയ്ക്ക്. എന്താ ഈ വെടികൊണ്ട മതിയെ പോലെ വാടോ, നമുക്ക് പോയി നോക്കാം. നിൽക്കണോ? എന്തൊട്ടാ ചാവാൻ ഇത്ര ധൃതിയാ? അതല്ല, ചാവാൻ തയ്യാറായിട്ട് അർപ്പായി വന്നിട്ടുള്ളത്. ഇറങ്ങി മാറി. ഞാൻ ഈ കാണുന്നത് നിർത്തണം. അമുനേച്ചേ, വന്ന് കവലെ കിടന്ന് നീ അടി കൂടാൻ തുടങ്ങിയ? ഏയ്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മച്ചേ. നടു റോഡിൽ കിടന്ന് തല്ലുകൂടാ. കൊച്ചുകുട്ടിയാണെന്ന വിചാരം? പോത്ത് പോലെ വളർന്നില്ലേ? പ്രായപൂർത്തിയായി ഒരു പെങ്ങളെ കൊച്ചുള്ള കാര്യം ഓർത്തില്ല? ആർക്കും വേണ്ടാത്ത 3-4 ജന്മങ്ങൾ ഇവിടെയുണ്ട്, അതുപോലെ ഓർത്തില്ലല്ലോ. കൊച്ചുരേശനും ഉപരച്ചെന്ന് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ അമ്മച്ചേ. ഇനി എന്തൊക്കെ പുകിലാണ് ഉണ്ടാവാൻ പോകുന്നത്? ഒന്നിനും മടിക്കാത്ത ശവങ്ങളാ. വിറക്
മഴയ്ക്ക് മുമ്പ് ഇതൊക്കെ വെട്ടിക്കേറിയില്ലെങ്കിലേ അടുക്കി വെക്കാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ 2 ദിവസം കൊണ്ട് തീർത്ത് തരില്ലേ ചേച്ചി? ഓ എന്തൊരു ചൂട്. മുഴുവൻ ചുള്ളിക്കമ്പുകളാ. എന്താർപ്പായേ വിറവേറി മടുത്തോ? ഇതൊക്കെ മടുത്താ പിന്നെ പള്ളം നിറയണ്ട സാറേ. ഈ ഉടുപ്പൊക്കെ ചീത്തയായില്ലേ? ദാ, ഇത് വെച്ചു. അല്ല നീ ഇന്നലെ തൊമ്പിയുടെ അടപ്പിളക്കെന്ന് കേട്ടു. എത്ര നെച്ച സഹിക്കണ്ട സാറേ, കൊടുത്തു അങ്ങോട്ട് 2 എണ്ണം ഞാൻ. ആ അതെന്തായാലും നന്നായി. പക്ഷെ നീ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ആ കലി സാഹിബേ കുറച്ച് കൂടിയനാ. അനിയ സാഹിബിനൊന്നും ചെയ്തില്ലോ. കൊച്ചുറേസി സാറൊക്കെ എന്റെ ജീവനാ. അവർക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ എങ്കി പിന്നെ കൂടെ കൂട്ടിക്കൂടെ? ഇത് നിറയ്ക്കാൻ ഞാൻ പറഞ്ഞ പാട് എനിക്ക് തന്നെ അറിയാം. എന്നിട്ടാണ് പിന്നെ കൊച്ചു ത്രേസ്യ. കഴിഞ്ഞ ദിവസം പെണ്ണ് കാണാൻ വന്നവരുടെ വിവരം വല്ലതറിഞ്ഞോ? ഒന്നും പറഞ്ഞു കേട്ടില്ല. അത് വെറുതെ, ഇത് 7ാമത്തെ ആലോചനയല്ലേ, ഇതെന്തായാലും നടക്കും. അല്ലേലും കുറെ ദൂരെ നിന്നുള്ള ആലോചന വേണ്ടാന്ന് തന്നെ എനിക്കും. അത് ശരിയാ, കുറെ ദൂരേക്ക് പോയാ എന്റെ ഈ പൊന്നിൻകുടത്തിനെ കാണാൻ കിട്ടില്ലല്ലോ. ഇത്രയൊക്കെ പറയാൻ വല്ല നടന്നിട്ട് വേണ്ടേ? അതൊക്കെ നടക്കും. മാറാ സാഹിബേ, നിങ്ങളുടെ ഒരുപാട് ചോറ് എന്റെ പള്ളേ കിടക്കുന്നുണ്ട്. അതിനൊരുപാട് നന്ദിയുണ്ട്. പക്ഷേ അവറ്റകളെന്റെ ചങ്ക അതീ കയറി കളിച്ച ഏർപ്പായിക്ക് പൊള്ളു. എനിക്ക് പൊള്ളിയ നിന്റെ ഞാൻ ചുടും. ഈ കളി ഇവിടെ വെച്ച് നിർത്തിക്കോണം സാഹിബേ, ഇല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ബ്രേക്കില്ല. എന്താടാ അന്നൊരു പോക്ക് പോയിട്ട് പിന്നെ ഇന്നാണല്ലോ നിന്നെ കാണുന്നേ? അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേരിക്കുഞ്ഞിന് വേണ്ടി കല്യാണം ആലോചിക്കാൻ ഇനി എന്നോട് പറഞ്ഞേക്കരുത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എന്താടാ അവര് പറഞ്ഞേ? അവര് പറഞ്ഞ പോലെ പറഞ്ഞ എന്തായാലും കാര്യം പറ. ഒരു തീറ്റിപ്പണ്ടാരത്തിന്റെ പെങ്ങളെ അവർക്ക് വേണ്ടാന്ന്. ഇതും കൂടെ കൂട്ടി ഇത് 7ാമത്തെയാ. ദൈവത്തെ ഓർത്ത് ഇനി ഈ കേസ് എന്നോട് പറയരുത്. ഉള്ളതെല്ലാം വെറ്റുപെറുക്കിയിട്ടാണെങ്കിലും കെട്ടിച്ചു വിടാമെന്ന് വിചാരിച്ച അതിന് സമ്മതിക്കില്ല. എണ്ണം കെട്ടവൻ. പിരിച്ചതല്ലേ കിട്ടുള്ളൂ അമ്മച്ചി. എനിക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല. നിനക്ക് സങ്കടം കാണില്ല. കല്യാണപ്രായം തികഞ്ഞ ഒരു പെങ്കൊച്ചു വീട്ടിലുണ്ടെങ്കിലേ അതിന്റെ എണ്ണം മുഴുവനും പെറ്റതള്ളയ്ക്കാം. അറിയോ നിനക്ക്? കുടുംബത്തിലൊരു ആന്തരി ഉണ്ടെങ്കിൽ അതൊരു ആശ്വാസത്തള്ളവർക്ക്. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, വൃത്തികെട്ട ഒരു തീറ്റിപ്പണ്ടാരം. എന്തു പറഞ്ഞാലും കൊച്ചേന്റെ കാര്യത്തിൽ അമ്മച്ചി എത്തും. ആ പാവ ഇത് എന്ത് ചെയ്തിട്ടാ? ഓ, ഒന്നും ചെയ്തില്ല. ഒരു കോജ്ഞാണ് ഇങ്ങ് വരട്ടവൻ. ഇനി ഈ പേരും പറഞ്ഞ ആ പാവത്തിന് ഓ എഴുന്നള്ളുന്നുണ്ട്. തേടി വരും
ഇല്ല, ഞാൻ പിടിച്ച് രണ്ട് ഉമ്മ കൊടുക്കാം. മേരിക്കുഞ്ഞേ. നീ. കൊച്ചേട്ടാ ആ, വാ വാ. ആഹാ. ഇന്നാട്ടാ. ഇങ്ങോട്ട് മാറി. അവന്റെ ഒതുക്കത്തെ ഒരു പരിപ്പൂട. ഇറങ്ങി പോടാ പണ്ടാരക്കാരാ. മിണ്ടി പോരുത് നീ, കയറി പോടിയാത്ത. പെറ്റി വീണപ്പോഴേ തള്ള പോയി. അറിവായി തുടങ്ങിയപ്പോ തന്തയും. ഇനിയിപ്പൊ ആരെ കൊണ്ടനാണ് അതിന്റെ ഈ ജന്മം. ഇറങ്ങി പോടാ അവിടുന്ന്. ഇറങ്ങി പോവാൻ അവിടുന്ന്. തലേ വെച്ച പേരരിക്കും താഴെ വെച്ച ഉറുപ്പരിക്കും എന്ന് പറഞ്ഞ് ഓമനിച്ച് കൊണ്ടു നടന്ന എന്റെ കൊച്ചിനെ മനസമാധാനത്തോടെ അതിനെ ഒന്ന് കെട്ടിച്ചു വിടാൻ കൂടി കാലമാടെ സമ്മതിക്കില്ല. ഞാനൊന്നും വിചാരിച്ചില്ല. മിണ്ടി പോരുത് നീ എന്റെ അടുത്ത്. ഇപ്പൊ ഇറങ്ങി പൊക്കോളാം ഇവിടുന്ന്. നീ കിടപ്പും കിടക്കാടും ഒക്കെ വേറെ എവിടെങ്കിലും പോയി. മിണ്ടി പോരുത് നീ എന്റെ അടുത്ത്. വേറെ എവിടെങ്കിലും പോയി ചാവും. കേറിപ്പൊടിയാത്ത് അവിടെ ഒട്ടുപോരുത് എന്റെ കണ്ടുപെട്ടത്. പകലിന്റെ ദീപമേ ഇരുളുകയാണിവിടം നീരിനെഞ്ചകം ജീവിതം അതീവിധം കണ്ണീരിലാഴ്ത്തുവതാരോ ഉള്ളിലെ കനൽ മീതെ മേഘമേ തരുമോ മഴ കുളിർ മഴ ദൂരെ മാഞ്ഞു പകലിന്റെ ദീപമേ ചിലരോടു മാത്രമാ കനിവുള്ളൊരീശ്വരൻ ചിലരെ ഒരു കിടും ചിരിയോടെ മണ്ണിൻ ഭാരമാ വയറു തരി പോലും നിറയാതെ കണ്ണുനീർ തോരാതെ പകലും നിറവും തനിയെ അലയാൻ എന്റെ കുറിച്ചു വിധി ദൂരെ മാഞ്ഞു പകലിന്റെ ദീപമേ വിഷമിക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ അത് അതേ വാക്കായിപ്പോ. പിറന്നു വീണപ്പോ തന്നെ മരിച്ചു എന്ന് വിചാരിച്ച കുഞ്ഞാ മേരിക്കുഞ്ഞ്. അവളുടെ അപ്പച്ചൻ പോയപ്പോ പാറക്കല്ല് ചുവന്നും മറ്റു വീടുകളുടെ അടുക്കളപ്പണി ചെയ്തുവാണ് ഏലിയമേടത്തി ആ കുഞ്ഞിനെ വളർത്തിയത്. നിന്റെ രണ്ടാനമ്മയാണെങ്കിലും ആ വേർതിരിവൊന്നും അവര് നിന്നോട് കാണിച്ചിട്ടില്ലല്ലോ. അവളുടെ കല്യാണം മുടങ്ങിയ വിഷമത്തില് ഏലിയാമ്മടുത്ത് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എന്റെ മേരിക്കുഞ്ഞിനെ കുന്നത്തി തൊളനൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല സാറേ. അതല്ലടപ്പായി. ഏലിയമ്മേട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന്റെ ഭാവി മാത്രമല്ല നോക്കൂ,
അതിന് നീ ഒരു നിമിത്തമായെന്ന് മാത്രം. ഏലിയാമ്മയുടെ സ്ഥലത്ത് ആരായിരുന്നാലും അങ്ങനെയല്ലേ ചെയ്യൂ. എടാ റബ്ബായി, ആരൊക്കെ നിന്നെ കൈവിട്ടാലും കർത്താവിന്റെ കുടുംബത്തില് നിനക്കൊരു മണി അരി ഉണ്ടാവും. നീ സമാധാനം അടിച്ചല്ലേ. എന്റെ കർത്താവേ, ഇനി ആ പാവം എന്തൊക്കെ സഹിക്കണോ. ഇതിനൊക്കെ കുറേശ്ശെ ചാര ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ എത്ര കാലമായി തന്നോട് പറയണു ഇല്ലേ? ഉവ്വ്. തിന്നാനല്ലാതെ 4 നേരം വെട്ടി വിഴുങ്ങാനല്ലാതെ വല്ല കാര്യമുണ്ടോ? എന്തോ ഇത്രയും ചാരം മതിയോ? എത്ര ചാരം? ഇത്രയും അത് മതിട്ടോ. ബാക്കി നീ തിന്നോ ചാവി. ഈശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ റപ്പായി, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അച്ചോ. നമ്മുടെ പ്രാർത്ഥനയൊന്നും കർത്താവ് കേൾക്കില്ലല്ലോ. അതൊക്കെ റപ്പായിക്ക് വെറുതെ തോന്നണതാ. ദൈവം അപേക്ഷിക്കുന്നവന് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ആ പരീക്ഷണത്തിനൊടുവിൽ മോളെ ഒന്ന് മറച്ചിട്ട് പൊരിച്ചോറാ ചാണ്ടിയ കണ്ണു ഞാഞ്ഞുള്ളും പത്തിയ. പിന്നെ വേണമെങ്കിൽ എടുത്തോണ്ട് പോ. മുതലാളി ഇങ്ങനെ അവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. അവളെ എനം വേറെയാ. തന്നെയല്ല, ആ ഏർപ്പായ്ക്ക് ഇപ്പൊ ഭ്രാന്ത് കയറിയിരിക്കുക. ഞാനൊന്ന് ആഗ്രഹിച്ച അത് നടത്തിയിരിക്കും. ഇനി ആ ഏർപ്പായ്ക്ക് പണി നടക്കണ്ടട്ടാ. ഏറപ്പായി അവന്റെ ചങ്കില കുത്തിയത് വീട്ടില്ല ഞാൻ അവനെ. തമ്മ കണ്ടു കഴിഞ്ഞ റോട്ടിലെ നായ്ക്കളെ പോലെ കോർച്ചും കൊണ്ട് ഇച്ചേൽക്കുള്ള കളിയൊന്നായിട്ടേ ഓന്റെ അടുത്ത് കണ്ട് ചെല്ലണ്ട. ആ ഏർപ്പായേ ഒരപ്പന നല്ല ചങ്കൂറ്റുള്ള നമ്മളെ തണ്ടും തടിയൊന്നും ഓന്റെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഓനെ നേരിടണെങ്കില് മണ്ട വേണം, ബുദ്ധി. അതുണ്ടെങ്കിലോ നേർച്ചയ്ക്ക് കോയിനെ തൂക്കുമ്പോൾ അതങ്ങനെ തൂക്കിയെടുക്കും ചെയ്യും. ഇതൊക്കെ മനസ്സിന് ഏറ്റവും പൂച്ച സാധനം. അത് പിന്നെ പറയണ്ട, തന്നെ. അത് മാത്രല്ല അവന്റെ പെങ്ങള് നേരിക്കുന്നേ. അങ്ങട്ട് തുടങ്ങിയൂടെ അച്ചോ, പെരേ ചെന്നമ്പാടും പണി ബാക്കിയുള്ള. ഈ ഇരിക്കുന്ന കോഴിമുട്ടകൾ 100 എണ്ണം വെറും 30 മിനിറ്റുകൾ കൊണ്ട് തിന്നാനാണ് ഇന്നത്തെ ഈ ഒറ്റയാൾ മത്സരം. ഈ 100 മുട്ടകൾ മുഴുവൻ റപ്പായി തിന്നു തീർത്താൽ ഈ നിൽക്കുന്ന മേരിക്കുഞ്ഞിന്റെ കല്യാണം ആർഭാടപൂർവ്വം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കരീം സാഹിബ്. എല്ലാവരുടെയും അനുവാദത്തോടെ നമുക്ക് മത്സരം ആരംഭിക്കാം. ഇന്നാച്ചോ വിസില ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 50 മുട്ട തിന്നു കഴിച്ചിരിക്കുന്നു നമ്മുടെ റപ്പായി. മുട്ടമുടങ്ങണത് ആദ്യമായിട്ട് കട ആയിന്റെ മക്കള്
വിഷമിക്കണേ, കൊച്ചേട്ടനൊന്നുമില്ല. അയ്യോ, എന്നെ കുത്തിവെക്കണ്ട, എനിക്ക് പേടിയാവണേ. ഞാൻ ഇതുവരെ ആശുപത്രി ഒന്നും കിടന്നിട്ടില്ല. അതിന്റെ ഇപ്പൊ കാണണേ. അയ്യോ, എന്തൊരു വേദനയപ്പോ. പിന്നെ അത്രയ്ക്ക് വേനൊന്നുമില്ല. എന്റെ വേല എനിക്കല്ലേ അറിയുള്ളൂ. ഞാൻ ഇതുവരെ ആശുപത്രി കിടന്നിട്ടില്ല, നിങ്ങക്ക് അറിയില്ലേ? ഇത് ശീലായിക്കോളൂ. എങ്ങനെയുണ്ട് റപ്പായിയെ? എന്നാലും എന്ത് വിവരക്കേടാ നീ കാട്ടിയെ? അത് ശരി, അച്ഛനും കൂടെ പറഞ്ഞിട്ടല്ലേ? സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാന്ന് പോലും ഓർക്കണ്ട. ജീവനെക്കാളും വലുത് എനിക്ക് എന്റെ മേരിക്കുഞ്ഞ് തന്നെയാ. ഒക്കെ ശരി തന്നെയാ. എന്നാലും പേടിക്കാനൊന്നുമില്ല, നാളെ തന്നെ വീട്ടിൽ പോവാ. ഇതെല്ലാ ഡോക്ടർമാരും പറയാറുള്ളത് തന്നെയാ. ഡോക്ടർ എന്നെ ഒന്ന് വേഗം വിട്, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അച്ചു, റപ്പായിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവവിധി എന്നൊക്കെ പറയാം. പക്ഷേ ഇത് ദൈവവിധി മാത്രമല്ല. റപ്പായിയുടെ വിശപ്പ് ഒരു അസുഖമാണ്, ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അസുഖം. ഏർപ്പാടിനിപ്പോ കുറവുണ്ട്. നാളെ പോരാന്നാ ഡോക്ടർ പറഞ്ഞു. നനയ്ക്കുന്നതിന്റെ കൂടെ ഇതൊക്കെ തനിക്കൊന്ന് വൃത്തിയാക്കി കൂടെ കപ്പിയാരെ? എന്തുട്രാ ഇത്? കൈ കൊണ്ട് അത് ഇളക്കി കൊടുക്ക്, വളയിടണ്ടേ? കഴിഞ്ഞ തോർത്ത് റപ്പായിയെ വിഷമിച്ചിരിക്കല്ല വേണ്ടേ, അതിനെ മറികടക്കുകയല്ലേ വേണ്ടേ? ആട്ടെ, തൃശ്ശൂര് മത്സരത്തെ കുറിച്ച് എന്ത് തീരുമാനിച്ചു? അത് കുഴപ്പമില്ല അച്ഛാ, അത് നേത്രപ്പഴല്ലേ, അതിന് പടി കുറവാ. പോകുമ്പോ CI പൗലോസ് സാറിനെയും കൂട്ടിക്കൊണ്ടു പോവാ. അത് നല്ല കാര്യ. തേടി വരും കണ്ണുകളിൽ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുവോ? അത് നിന്റെ പണിയണ്ട കപ്പിയാലേ. ഞാനിവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ പോവല്ലേ. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ. ഇവനെ കൊല്ലാൻ തന്നെയാ കോഴിമുട്ട തീറ്റിച്ചത്. എന്നാലും കണ്ണിച്ചോറിയില്ലാത്ത ദുഷ്ടന്മാര്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തൃശ്ശൂരത്തെ മത്സരത്തിന് സാറും കൂടി ഒന്ന് വരണം. സാറാവുമ്പോ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവേ. അച്ഛൻ ഒട്ടും തന്നെ വിഷമിക്കണ്ട, ഇവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. എന്നാ ഞാനങ്ങടെ ഇപ്പോഴും എപ്പോഴും. സാറേ, അങ്ങനെ കാറ് കഴുകി തീർന്നൂട്ടാ. ഇനി കുറച്ച് പേർ കൂടെ കീറാണ്ട്, അത് ഞാൻ നാളെ വന്നിട്ട് കീറാട്ടാ. കൊല്ലത്ത് മുങ്ങിയ കണ്ണൂര് പൊങ്ങുന്നവനാ വാസു. അതറിയാഞ്ഞിട്ടല്ല സാറേ, കരീം സാഹിബിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടായി ഈ പരിപാടി. വന്നല്ലോ. ഉറപ്പായിന്റെ മത്സരം കാണാൻ പൗലോസ് സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടല്ലോ. ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് കേട്ടിട്ടില്ലേ സാഹിബേ? നിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാനിലും അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നാടും മുയ്യോ എന്റെ കൂടെ ഉള്ളപ്പോ ദത്തിനാന്ന് ഖുറാനും ദൈവമൊക്കെ. അപ്പോഴേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ബാസോ പാടാ. തീറ്റന്റെ
മത്സരന്റെ കാര്യത്തിൽ നമ്മള് അറപ്പായ ഒരു അരപ്പന. ഓനങ്ങനെ തോപ്പിക്കാനൊന്നും കഴിയില്ല. എന്നാലും മത്സരാകുമ്പോ ഒരു വീറും വശമൊക്കെ വേണ്ടേ? ഇടക്കട്ടെ നമ്മളെ കോടകര വാസുവിന്റെ നോക്കി അല്ലടാണ്ട് മത്സരം കൊയ്പ്പിച്ചാള്. ഒന്ന് നോക്കി കണ്ടൊക്കെ നിന്നോന്റെ അടുത്തേക്ക് ആടാ. മുറിച്ച മുറി കൂടുന്ന എന്നാ ഓൻ അങ്ങനെയൊന്നും ചാവൂല. ഓനെ കൊല്ലണ്ടേരും. അല്ലാതെ എന്റെ മനസ്സിലെ പൂതിയൊന്നും നടക്കൂല. അത്രയൊന്നും നിരാശപ്പെടണ്ട. സാഹിബ്ജിയുടെ ആഗ്രഹം ഞാൻ നടത്തിത്തരും. അല്ല നമുക്ക് അവളെ കൊണ്ട് പൊക്കിയാല. ചെറ്റ പൊക്കി കുളിസീന് കാണാനല്ല എന്നെ വിളിച്ചേ. ചെലക്കാച്ചി നോക്കിയും കണ്ടും മിണ്ടില്ലേ അണ്ണാക്കിക്കാൻ കേറ്റും. ഇന്നും കൂടെ ചേർത്ത് 10 ദിവസം കൂടെ കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. ഈ ഡോക്ടർമാർ പലതും പറയും. അമ്മച്ചൊന്നും മിണ്ടാതിരി. ഈ മരുന്നും മന്ത്രമൊക്കെ എന്നാ ഒന്ന് നിർത്തി തരാ കർത്താവേ. അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കല്ല എന്റെ അമ്മച്ചിയെ. എറപ്പായിട്ടെത്തി. ഇതെന്താ എറപ്പായിട്ടാ? തൃശ്ശൂരിലെ മത്സരം കഴിഞ്ഞപ്പോ കുറച്ച് കാശ് കിട്ടി. എനിക്കിപ്പോ എന്തിനാ കാശ്? അതുകൊണ്ട് കുറച്ച് തുണികള് വാങ്ങിച്ചു. ദാ എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട്. എന്റെ മേരിക്കുഞ്ഞിനും അമ്മച്ചിക്കുള്ളതൊക്കെ ഇതിലുണ്ട്. മോള് ഇതവിടെ കൊണ്ടു കൊടുക്കണം കേട്ടോ. എനിക്കങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ. ഇവിടം വരെ വന്നിട്ട് നീ ഇവിടെ കേറാണ്ട പോവാ. എറപ്പായിട്ടാ ഒന്ന് നിന്നെ. ഇതെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നടക്കുന്ന എറപ്പായിട്ടിനെ ആർക്കും ഇഷ്ടാവില്ല കേട്ടോ. ആ പാട്ടും പാടി നടക്കുന്ന പഴയ എറപ്പായിട്ടിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ പരിപാടിയും പൊളിഞ്ഞു. അങ്ങനെ ഓന്റെ പെങ്ങളുട്ടിക്ക് ഒരു ചെക്കൻ ഉണ്ടാക്കണം. വേണല്ലോ. ഒരു പെണ്ണിന് വേണം. അതങ്ങനെ പെരേന്റെ ഓടും പൊളിച്ച് നിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലടോ. അങ്ങനെ എന്നാ മതി ലാസറേ. ഓരല്ലോ. ആ പമ്പക്കെല്ലാ ദിവസവും പണിയായി. ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കൊയ്ത്തിരിഞ്ഞ് വരുന്നുണ്ട്.
ഏലിയമ്മേച്ചേ ഏലിയമ്മേച്ചേ നിങ്ങൾ പറഞ്ഞാൽ നടക്കും. എന്തേ? സാഹിബിന്റെ വലിയൊരു ആഗ്രഹമാണ്. എന്റെ കർത്താവേ, ആ കൊച്ചിന്റെ ചെവിയിൽ ഇതെങ്ങാനും പോയി പറഞ്ഞ അവളെന്നെ ആട്ടി ഇറക്കൂട്ടാ. അതിന് അവളെ കെട്ടാനല്ലല്ലോ, പിന്നെ ഇനിയുള്ള കാലം മുഴുവനും ഏലിയമ്മേച്ചി ഇങ്ങനെ പാറക്കല്ലും ചോന്നിടും നടന്നാ മതിയാ. എന്തായാലും ആഗ്രഹം നന്നായിട്ടുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി. ചേച്ചിക്ക് അതിന്റെ ഗുണം ഉണ്ടാവട്ടാ. പോട്ടാ. ഞാനിപ്പോ ഇതിനെന്താ പറയ? അങ്ങേര് പോയതോടെ ഞാൻ ഈ അവസ്ഥയിലായില്ലേ. തൊമ്മി അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പച്ചൻ മരിച്ചതേ പിന്നെ കൽച്ചുമട്ടെടുത്തിട്ടായാലും അന്തസ്സായിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കണം. അവനെ പോലെ ഒരുത്തിന് ഞാൻ എന്റെ സാറമ്മോളെ കൊടുക്കുന്നു തോന്നുന്നുണ്ടാ? ഒക്കെ ശരി തന്നെയാണ്. എന്നുവെച്ച് ഇവറ്റകൾക്കൊക്കെ ഒരു ജീവിതം വേണ്ടേ? നിന്റെ കാര്യം തന്നെ ഇങ്ങനെ, അതുപോലെ തന്നെ ആവണമെന്നുണ്ടോ ഇവരും? തൊമ്മി പുറമേന്ന് നോക്കിയ ഒരു മുരടനാണെങ്കിലും പുള്ളി ശുദ്ധ പാവ. ഒരു കുടുംബമൊക്കെ ആവുമ്പോ ഒക്കെ ശരിയാവും. എന്നാലും എനിക്കിത് ആറര വണ്ണം 10:30. ലൈനിങ് പീസ് എടുക്കണം. തിങ്കളാഴ്ച തരാം. ശരി ചേച്ചി അല്ലേ അതേടെ ബ്ലൗസ് ഒന്ന് വെട്ടിത്തരണേ. അവള് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ തരാം. അതെ, ഈ ഏർപ്പായിക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? നാട്ടിലെ കേമന്മാരോടാ അവന്റെ കളി. ജീവൻ ബാക്കി വെച്ചേക്കൂ. തൊമ്മി അത്ര മോശക്കാരനൊന്നും അല്ലാട്ടോ. ആരും ഓരും ഇല്ലാത്തോണ്ടാ അവൻ ഇങ്ങനെയൊക്കെ. ഒരു പെണ്ണ് വിചാരിച്ചാൽ അതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. മൂക്ക് അതിനുള്ള സാമർത്ഥ്യമുണ്ട്. നാരായണീച്ച എന്താ പറഞ്ഞു വരണേ? മോളൊന്ന് മനസ്സ് വെച്ച ചേച്ചി സംസാരിക്കാം. എന്റെ മാത്രം സമ്മതല്ലല്ലോ. അതൊന്നും മോള് നോക്കണ്ട. ബാക്കി എല്ലാവരെയും ഞാൻ സമ്മതിപ്പിച്ചോളാം. ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ ചേച്ചിക്ക് അത് വലിയ കാര്യ. മോൾ എന്തായി പറയണേ? ആ ആഭാസനെ കൊണ്ടോ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ചൂടെ? ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. എന്റെ മുന്നിൽ ഇനി വേറെ മാർഗമൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കുകയാണെന്ന് എല്ലാവർക്കും തോന്നാം. പക്ഷെ ഇച്ചിരിക്കണ്ടത്തിൽ പാപ്പച്ചന്റെ മകൻ തുമ്മിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നു. ഈ നിൽക്കുന്ന കാച്ചപ്പള്ളിപ്പറമ്പിൽ വറീദിന്റെ മകൾ സാറാമ്മയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ ചെയ്യുന്നു. ഇതെന്താ ഇത്? സാറേച്ചിയുടെ മനസ്സമ്മതായിട്ട് ഒരു സന്തോഷം ഇല്ലാണ്ട് ഇങ്ങനെ മാറി നിക്കണേ. അതിന് മനസ്സിന് സമ്മതം ഉണ്ടായിട്ടല്ലല്ലോ ഇത്. ഒരു മനസ്സമ്മതം കൂടി ഈ അടുത്തന്നെ ഉണ്ടാവൂലേ? അതന്നെ ചാർജുട്ടിയെ, ഈ മനസ്സമ്മതങ്ങളും കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ വർക്കിച്ചിന് കാര്യമുള്ളൂ. വർക്കിച്ചന് ഈ അടുത്തന്നെ ഒരു സദ്യക്കുള്ള വകുപ്പ് ഉണ്ടാവും. അതാരേണ്ട? അതൊക്കെ ഉണ്ട്. എന്തായാലും അന്റെ ഉണ്ടാവും പോണില്ല. വെറുതെ അല്ലേ ഇങ്ങനെ സദ്യ ഒന്നും ഇല്ലാണ്ട് നടക്കണ ജുബയ്ക്ക് നീട്ടം കൂട്ടിട്ട്. തേടി വരും കണ്ണുകളിൽ
എന്തുട്ര ജോർജ് കുട്ടിയെ നീ പള്ളിയിൽ നിന്ന് നേരത്തെ പോന്നാ? അത് പിന്നെ ഉറപ്പായിട്ടാ തുണികൾ കുറച്ച് അലക്കാണ്ടായിരുന്നേ. അങ്ങനെ സാറയുടെ കാര്യം രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വിധിച്ചതല്ലേ നടക്കുള്ളൂ, കൊതിച്ചത് നടക്കണില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്റെ കാര്യം മറന്നാ? അതെന്താ ഉറപ്പായിട്ടാ അങ്ങനെ പറഞ്ഞ? ഞാനത് മറക്കൂ? അത് ശരി. ഇനി കൊച്ചുരേശിച്ചിയുടെ കാര്യ അത് നോക്കേണ്ടത് ഉറപ്പായിട്ടാ. അതും വിധിച്ചതല്ലേ നടക്കൂ, കൊതിച്ചത്. ഇന്നലെ രാത്രി കൂടെ ഒന്നിച്ച് കിടന്നുറങ്ങിയതാ എന്റെ കൊച്ച. ഇത് എവിടെ പോയി? മേരി കുഞ്ഞേ, മേരി കുഞ്ഞേ, എടി കൊച്ചിലേ, ഓടി വാടി. എന്റെ മോളെ കാണാനില്ലടി. ഇന്നലെ രാത്രി ഒന്നിച്ച് ഞാൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് നിന്റെ കാര്യത്തിലാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവ് പോലും ഇത്രയും അനുഭവിച്ചു കാണും. ഇവിടെ ഇരിക്കായിരുന്നോ? ഏർപ്പാടാക്കിയേട്ടാ, ഉറപ്പായേട്ടാ അവിടെ. അയ്യോ, വയറിന്റെ തീക്കിടാൻ അലയുന്ന നേരവും അടരാട്ടമെന്തിനോ ഞൊടി മാത്രമുള്ളൊരു യാത്രയിൽ ഒടുവിലൊരു പോലെ നാം എല്ലാം അടിയുവതൊരേ മണ്ണിൽ കരുതൻ കനലും കരളിൽ കരുതി
മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. എന്ത് വർത്താനായി പറഞ്ഞ ഇടന്നെ നല്ലൊരു ദിവസമായിട്ട് വെറുതെ മനുഷ്യൻ ഒരു തിരിച്ചാലും പയ്യെ എന്നോട് പൊറുക്കണോട്ടാ. അന്നത് കഴിഞ്ഞ പിന്നെ കർത്താവാണ് മനസ്സമാധാനായിട്ട് ഉറങ്ങാൻ കഴിയില്ല. അത് സാറിലെ വർക്കിച്ച ഏർപ്പായിക്കൊന്നും അങ്ങനെ തന്നെയാണല്ലോ. ഈ ചോറിന്റെ ഉള്ളിൽ നിന്ന് കരയല്ലേ ചോറ് കൊടുത്തേ പൈക്ക് കുറച്ച് ചോറ് കൊടുത്തേ ഇതുകൊണ്ടാ സാമ്പാർ സാമ്പാർ കൊണ്ടാ. നല്ലൊരു ദിവസമല്ലേ, വയറ് നിറച്ച് അങ്ങോട്ട് കഴിക്കട്ടാ. വെള്ളം നിറച്ച് കൊടുക്ക് കഴിക്കട്ടെ. ഈ മിണ്ടാണ്ട് ഞാണ്ടിട്ട് ഏറ്റുപെടാർന്ന് വലിയ കൂടുതൽക്കാൻ നിൽക്കുന്നു. കഴിച്ചോ കഴിച്ചോ കഴിച്ചു കഴിച്ചു. എനിക്ക് കഴിക്കാൻ പറ്റുന്ന മനസ്സ് വേദനിക്കണ്ട് പള്ളിയിലേക്ക് കയറില്ലേ? പയ്യെ അന്റെ പുരികൊന്ന് വളഞ്ഞാലും കണ്ണൊന്ന് തെറ്റാലും എനിക്ക് അറിഞ്ഞൂടെ തോന്നി. സ്വന്തം എന്ന് പറയൊരുത്തി കേറി വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സൊന്ന് മാറിയ ദേ ഒരു ചാഞ്ചാട്ടം. അഭ്യാസം അതും ഈ കരീം സാഹിബിനോടാ. അന്നേ ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞയച്ചിണ്ടെങ്കിലേ അതിക്ക് തിന്നാനാ. അല്ലാതെ കണ്ട മണിമാളിക മുഴുവൻ വാങ്ങി തന്നേ അതിലിങ്ങനെ സുഖിപ്പിച്ച് ജീവിപ്പിക്കൻ തണ്ട പ്രാന്ത. കരീമനൊരു പൂതി തോന്നിയാലേ അതെന്ത് ബല കൊടുത്തു ഞാൻ മേങ്ങും. എന്ത് ബല കൊടുത്തു അതിനുള്ള ഭയൊന്നിക്കൊരു വിഷയല്ല, ലക്ഷ്യം. അതാണെന്റെ ഉന്നം. ഇക്കോളം വേണം. അത് കൊറേ കാലായിട്ടുള്ള എന്റെ മനസ്സിലൊരു പൂതിയ. അതിനാണ് ഞാൻ ഓളെ എന്റെ പറ്റില് വരവിപ്പിച്ച്. ഓളെ ഞാൻ അത്ര കണ്ട് മോഹിച്ചകടാ. അല്ലെങ്കില് ഓളെ ഈ ദുനിയാവ് തന്നെ അല്ലാണ്ടക്കണം. സാഹിബ് മാപ്പാക്കണം. അറിയിക്കാത്തത് കിട്ടിയപ്പോ ഈ തൊമ്മി പലതും ആഗ്രഹിച്ചു പോയി. സാഹിബിനപ്പുറം ഈ ലോകത്ത് തൊമ്മിക്ക് ആരുമില്ല, ഒന്നുമില്ല. സാഹിബ് വാ.
പുത്രനും പരിശുദ്ധാത്മാ. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ആ സാറക്കുഞ്ഞിനൊന്നും ഇവിടം വരെ വരായിരുന്നു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തായാലും നാളെ ഒന്ന് അവിടം വരെ പോണം. ചേച്ചി പോകുമ്പോ ഞാനും കൂടി ഒന്ന് വന്നോട്ടെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. സാറക്കുഞ്ഞേ, എന്തൊരു കിടപ്പാ മോളേത്. സാറക്കുഞ്ഞേ, കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിന് മറ്റൊരുത്തിന് കൂട്ടിക്കൊടുക്കുന്ന നീ മനുഷ്യനാണോടാ? സാർക്കിച്ചൊരു കരച്ചിലല്ല കേക്കണത്. വിശന്ന് പൊരിഞ്ഞ വയറ് കൂട്ടിക്കെട്ടി തന്നെ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തിയ ഒരൊറ്റ രാത്രി കൊണ്ട് നീ തൊലച്ചു കളഞ്ഞത്. കെട്ടിയ പെണ്ണിനെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നടക്കണം ചേച്ച. കാര്യം സാഹിബ് തൊമ്മിക്ക് ദൈവ. സാഹിബിന് വേണ്ടി തൊമ്മിയുടെ ജീവൻ വരെ കൊടുക്കും. പിന്നല്ലേ കെട്ടിയ പെണ്ണ്. സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും. അതാരെ കൊന്നിട്ടായാലും. നിന്നെ പോലെ ഒരു ആഭാസന് കാര്യം സാഹിബ് ദൈവോ രാജാവോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തത്. നീ എന്താടി കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാന്ന്. വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത. പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞും പെടുന്നു. മേരിക്കുഞ്ഞിന് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് എന്തിനാ വിഷമിക്കണേ? അതൊക്കെ പോട്ടെ, എങ്ങോട്ടാ പോണേന്ന് പറ. അതൊക്കെ പറയാം. ഒന്നും കാണാണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. എവിടെ പോവാ രണ്ടാളും കൂടെ? മുതലാളി, ഞങ്ങള് ജീവിച്ചു പൊക്കോട്ടെ. ഞങ്ങളെ വിട്ടേക്ക്. ഓന്റെ തൊടിയിലെ പൈത്ത മൈസൂർ കൊല
ആ ഏരപ്പൻ എറപ്പായി കണ്ടിട്ടില്ലാന്ന്. അല്ലേലും ഈ നാട്ടിലെ കൊറേ കൊലേന്റെ ഉള്ളിൽ ഈ കരീമിന്റെ പേര് എഴുതിച്ചുണ്ടോലും അതേതൊക്കെയാന്ന് വക തിരിച്ചെടുക്കാനാണ് അന്ന ചെല്ലും ചെലവും കൊടുത്ത് പൂട്ടിന്. ആ പണി ചെയ്താലും നന്നായി എടുക്കുന്നുണ്ട് തുമ്പി. ഇനിയിപ്പൊ ഞാൻ തന്നെ തിന്ന് തീർക്കണ്ടതൊക്കെ. ആരാൻ തിന്നുമ്പോ അങ്ങനെ നോക്കുന്ന കൊതി പിടിക്കുമ്പോ കൊണ്ടേ പന്നിക്കിട്ടൊടുക്കേ. ഇനിയിപ്പ അവാട വേണ്ട, പെല്ലാട വേണ്ട, കരിയും കണ്ണം കൊണ്ടെങ്കിൽ വേണ്ടി ഇനി എന്തു ചെയ്യുന്നു അറിയാം. പക്ഷേ കാലാവസ്ഥ നമ്മക്കത്ര അനുകൂലം. അതുകൊണ്ട് ഇജൊന്ന് മാറി നിൽക്കണതാണ് ബുദ്ധി. അത് ശരിയാ. ആ കൊച്ചു ത്രേസ്യ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് കൊല്ലണം.
ഗടിയോളെ മട സ്വന്തക്കാരാ കുട്ടിയോളെ തൃശൂർക്കാരെ ഗടിയോളെ മട സ്വന്തക്കാരാ കുട്ടിയോളെ പിറന്ന തൊട്ടേ വശപ്പെട്ടക്കാനല്ലേ സഞ്ചാരം ഉലകം എന്നാൽ തൃശൂർ റൗണ്ട് അതിലും മേലെ എന്തൂട്ടാ ലോകം തപ്പ് തട്ടി താളം തട്ടി പാട് കുത്താട് നമ്മക്കെന്തും ഉഷാറാവാൻ വേണം സവാട് തൃശൂർക്കാരെ ഗടിയോളെ മട സ്വന്തക്കാരാ കുട്ടിയോളെ ഓ തൃശൂർക്കാരെ ഗടിയോളെ മട സ്വന്തക്കാരാ കുട്ടിയോളെ പിറന്ന തൊട്ടേ വശപ്പെട്ടക്കാനല്ലേ സഞ്ചാരം ആസിപ്പതുക്ക് സോറ് കടച്ചാ വലിയ സന്തോഷം ദൈവത്തിന്റെ സ്വന്തമാളോളല്ലേ ഞാനും നീയും അയ്യാസ്വാമി சொல்லிக்கோடு அதே சொல்லிக்கோடு இந்த ரோகம் கேட்கட்டுமே താളും വയറിൻ പാട്ട് കേൾപ്പോനല്ലേ ദൈവം പാട്ടേൻ കണ്ണാൽ പാട്ടേ നാങ്കൾ അവരെ വയറ് നിറച്ച് സാപ്പിടാൻ ദിനവും നമുക്ക് കഴിയുകിൽ അതിലും അധികം ഒരു തന് വേണ്ടതെന്തൂട്ടാ തൃശൂർക്കാരെ ഗടിയോളെ മട സ്വന്തക്കാരാ കുട്ടിയോളെ ഓ തൃശൂർക്കാരെ ഗടിയോളെ മട സ്വന്തക്കാരാ കുട്ടിയോളെ പിറന്ന തൊട്ടേ വശപ്പെടുക്കാനല്ലേ സഞ്ചാരം ആശുപത്രിക്ക് സോറ് കടച്ചാ പെരിയ സന്തോഷം எண்ணங்களை தூக்கி வெளியே போட்டா வந்து சேரும் சந்தோஷங்கள் ஓணம் போலே തൃശൂർ പൂരം പോലെ വേണം നമ്മക്കാഘോഷങ്ങൾ ஆசை இல்லை என்றால் இல்லை நெஞ்சில் வாரம் ചങ്കും ചങ്കും ചേർത്ത് പോകാം ഏറെ ദൂരം പൊന്നകയിൽ മലകളെ മുഖത്തിൽ അണിந்து വാഴണോ நமது நட்பு வாழണോ கடைசி நாள் வரை തൃശൂർക്കാരൻ നല്ലോര് തങ്ക മനസ്സുകാരൻ പെരിയോരേ തൃശൂർക്കാരൻ നല്ലോര് തങ്ക മനസ്സുകാരൻ പെരിയോരേ പുതിയ നட்பு நெஞ்சுக்குள்ள புதிய துடிப்பு ஊரு ஏழா இதுதான் ஊரு இது போல் சொர்க்கம் எங்கும் இல்லையே தப்பு தட்டி தாளம் தட்டி பாடு கூத்தாடு கைய கட்டு ரப்பாயிட்டு